Namaste. UGC NET Sanskrit Traditional Subjects Code 73 2022 ജൂലൈ 1 ഷിഫ്റ്റിൽ ചോദിച്ച 3 ചോദ്യങ്ങളാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യമാണ്. മീമാംസാ ശാസ്ത്രത്തിൽ നിന്നുമാണ് ഈ 3 ചോദ്യങ്ങളും. ആദ്യത്തേത് പ്രയോഗവിധേഹേ പ്രമാണാനി പ്രാബല്യക്രമേണ യോജയത. ഓപ്ഷൻസ് പാഠഃ അർത്ഥഃ മുഖ്യം സ്ഥാനം. പാഠഃ അർത്ഥഃ മുഖ്യം സ്ഥാനം ഇവ പ്രയോഗവിധിയുടെ 6 പ്രമാണങ്ങളിൽ പെടുന്നവയാണ്. ഇവയുടെ പ്രാബല്യമനുസരിച്ച് ക്രമീകരിക്കാനാണ് ചോദ്യം. അർത്ഥസംഗ്രഹത്തിൽ ഇങ്ങനെ പറയുന്നു: തത്ര ഷഡ് പ്രമാണാനി ശ്രുതി അർത്ഥ പാഠസ്ഥാന മുഖ്യപ്രവൃത്തിയാഖ്യാനി. പ്രയോഗവിധിയുടെ 6 പ്രമാണങ്ങളാണ് ശ്രുതി, അർത്ഥം, പാഠം, സ്ഥാനം, മുഖ്യം, പ്രവൃത്തി. ഇവകൾക്ക് ഉത്തരോത്തരം ദുർബലതയും കൈവരുന്നു. അതായത് ശ്രുതി എന്ന പ്രമാണത്തേക്കാൾ ദുർബലമാണ് അർത്ഥമെന്ന പ്രമാണം, അർത്ഥമെന്ന പ്രമാണത്തേക്കാൾ ദുർബലമാണ് പാഠമെന്ന പ്രമാണം. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പ്രബലമായിട്ടുള്ള പ്രമാണം ശ്രുതി, അതിനുശേഷം പ്രബലമായിട്ടുള്ളത് അർത്ഥം, അതിനുശേഷം പ്രബലമായിട്ടുള്ളത് പാഠം. ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ പ്രാബല്യക്രമത്തിൽ പ്രമാണങ്ങളെ യോജിപ്പിക്കുമ്പോൾ ഉത്തരം ഇങ്ങനെയാണ് ലഭിക്കുന്നത്: അർത്ഥഃ, പാഠഃ, സ്ഥാനം, മുഖ്യം. ഇങ്ങനെ. രണ്ടാമത്തെ ചോദ്യമാണ്: വിനിയോഗവിധേഹേ സഹകാരിഭൂതേഷു പ്രമാണേഷു ന പരിഗണ്യേതേ. വിനിയോഗവിധിയുടെ സഹകാരിഭൂതങ്ങളായ പ്രമാണങ്ങളിൽ പെടാത്തത് ഏത്? അർത്ഥഃ, പ്രകരണം, പാഠഃ, സമാഖ്യ. ഇവകളിൽ ഏതാണ് വിനിയോഗവിധിയുടെ പ്രമാണമല്ലാത്തത്? ഉത്തരം അർത്ഥഃ, പാഠഃ. അർത്ഥസംഗ്രഹത്തിൽ പറയുന്നു: ഏതസ്യ വിധേഹേ സഹകാരിഭൂതാനി ഷഡ് പ്രമാണാനി ശ്രുതി, ലിംഗ, വാക്യ, പ്രകരണ, സ്ഥാന, സമാഖ്യാരൂപാണി. ശ്രുതി, ലിംഗം, വാക്യം, പ്രകരണം, സ്ഥാനം, സമാഖ്യ ഇവകളാണ് വിനിയോഗവിധിയുടെ സഹകാരിഭൂതങ്ങളായിട്ടുള്ള പ്രമാണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം അർത്ഥഃ, പാഠഃ എന്ന് കിട്ടുന്നു. ഇവ വിനിയോഗവിധിയുടെ പ്രമാണങ്ങൾ അല്ല. മൂന്നാമത്തെ ചോദ്യമാണ്: മീമാംസാശാസ്ത്രാനുസാരേണ വൈദികവാക്യവിഭാഗേ കിം പരിഗണ്യത്തെ. മീമാംസാശാസ്ത്രമനുസരിച്ച് വൈദികവാക്യവിഭാഗത്തിൽ പെടുന്നവ ഏതാണ്? നാമധേയം, ആദേശഃ, നിഷേധഃ, സിദ്ധാന്തഃ. നാമധേയം, ആദേശഃ, നിഷേധഃ, സിദ്ധാന്തഃ ഇവകളിൽ വൈദികവാക്യമായിട്ട് പരിഗണിക്കുന്നത് നാമധേയത്തെയും നിഷേധത്തെയുമാണ്. അതുകൊണ്ട് ഉത്തരം നാമധേയം, നിഷേധഃ. എന്തുകൊണ്ടാണ് ഇത് ഉത്തരമായിട്ട് വന്നത്? അർത്ഥസംഗ്രഹത്തിൽ പറയുന്നു: അഥ കോ വേദ ഇതി ചേത് ഉച്യത്തെ അപൗരുഷേയം വാക്യം വേദഃ സച വിധി, മന്ത്ര, നാമധേയ, നിഷേധ, അർത്ഥവാദഭേദാത് പഞ്ചവിധഃ. അപൗരുഷേയമായിട്ടുള്ള വാക്യമാണ് വേദം. ആ വേദം വിധി, മന്ത്രം, നാമധേയം, നിഷേധം, അർത്ഥവാദം ഇങ്ങനെ 5 തരത്തിലുണ്ട്. അതായത് വേദവാക്യത്തെ 5 തരത്തിൽ തരംതിരിക്കാം: വിധിയെന്നും, മന്ത്രമെന്നും, നാമധേയമെന്നും, നിഷേധമെന്നും, അർത്ഥവാദമെന്നും. ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചത് എന്താണ്? വൈദികവാക്യത്തിൽ പെടുന്നത് ഏതാണ് എന്നാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് നാമധേയം, നിഷേധഃ എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യവുമായിട്ട് വരാം. നമസ്തേ.